ഓൾജിൻ സ്കോക്ക്, ആനന്ദ് ശ്രീ ബാല, ഡയറക്ടർ വിഷ്ണു വിനയ്, ഡയറക്ടർ വിനയൻ്റെ മകനാണ്. അതുപോലെ ഇതിൻ്റെ റൈറ്റർ അഭിലാഷ് പിള്ളൈ. പ്രിയ വേണു ആൻഡ് നീത പിൻറ്റോ ആണ് പ്രൊഡ്യൂസേഴ്സ്. കാവ്യ ഫിലിം കമ്പനി ആൻഡ് മെക്ക മീഡിയ റെസ്പെക്റ്റീവ്ലി. ഈ സിനിമയുടെ DOP വിഷ്ണു നാരായണൻ, എഡിറ്റർ കിരൺ ദാസ്. മ്യൂസിക്കും ഒറിജിനൽ സ്കോറും ചെയ്തിരിക്കുന്നത് രഞ്ജിൻ രാജാണ്. അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് ഏരിയ ആയിട്ടുള്ള മെലഡി, ശോകപ്പാട്ട്, അങ്ങനെ ഒരു സോങ് ബിഗിനിങ്ങിൽ തന്നെയുണ്ട്. പിന്നെ സ്കോർ ഓക്കെ. സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. അതിൽ സാധാരണയായിട്ട് നടക്കാറുള്ള സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലെ പ്രൊട്ടഗണിസ്റ്റ് ആയിട്ടുള്ള അർജുൻ ഹരിശ്രീ അശോകൻ്റെ പിന്നെ ഒരു പാരലൽ ഇൻവെസ്റ്റിഗേഷൻ കൂടെ നടക്കുന്നതായിട്ടാണ് സിനിമ കാണിക്കുന്ന ഒരു മിസ്സിംഗ് കേസാണ്. സിനിമയുടെ കാര്യം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്, സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ബോറടി പരിപാടിയൊന്നുമില്ല. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലാവേണ്ട സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ഉദ്വേഗത, അതുപോലെ തന്നെ ഈ കുറേ മൊമെൻറ്റംസ് ഉണ്ടാവുമല്ലോ, അങ്ങനെ പിന്നെ ട്വിസ്റ്റ്, സീറ്റഡ്ജ്, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം തന്നെ പോലീസിൽ കയറാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അമ്മയോട് ഭയങ്കരമായിട്ടുള്ള ഒരു ഒബ്സഷനുള്ള, അല്ലെങ്കിൽ അമ്മയുടെ പ്രസൻസ് ഇല്ലാത്തത് കൊണ്ട് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. ക്യാരക്ടർ കൊള്ളാം, പക്ഷേ ഇതിൻ്റെ മൊത്തം പ്ലോട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് ഭയങ്കര ക്ലീശയായിട്ടുള്ള, നമ്മൾ സ്ഥിരമായിട്ടിപ്പോൾ ത്രില്ലേഴ്സ് കണ്ട് വയറിളകിയ പോലെയാണ് ലോകം മൊത്തം ത്രില്ലേഴ്സ് വരുന്നത്. അതുപോലെ തന്നെ മലയാളത്തിലും വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ കണ്ട് നത്തിങ് ഫ്രഷ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലാവുന്ന സമയത്ത് ഉണ്ടാവേണ്ടതായിട്ടുള്ള യാതൊരുവിധ എക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ള തോന്നലുണ്ടാക്കി ഒന്നും ചെയ്യാതെ ഇങ്ങനെ പോകുന്ന ഒരു സിനിമ. പെർഫോമൻസസ് ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. ഇതിൻ്റെ ബേസിക് പ്ലോട്ട് തീരെ സ്ട്രോങ് അല്ല. പിന്നെ മോട്ടീവ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സില്ലിയായിട്ട്, നമ്മൾ കാലാകാലങ്ങളായിട്ട് മലയാളത്തിൽ തന്നെ പല ചിത്രങ്ങളിലും, ഞാൻ പറയുന്നില്ല ഏതൊക്കെ സിനിമകളിലാണെന്ന്, അതിൻ്റെ മോഡസ് ഓഫ് ഓപ്പറാൻറ്റി എല്ലാ സാധനങ്ങളും സെയിമാണ്. പക്ഷേ ഇതിലാകെ പറയാനുള്ളത് ഈ അർജുൻ അശോകൻ്റെ ക്യാരക്ടറും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികളാണ്. അങ്ങനെ ഈ മിസ്സിംഗ് കേസായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന സമയത്ത് ബിഗിനിങ്ങിൽ നല്ല രസമായിരുന്നു. കാരണം ആ പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നതും അവിടെ നമ്മൾ നന്ദുണ്ട്, വിനീത് തട്ടിലുണ്ട്, മനോജ് കെയ്യും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അവരുടെ ഒരു അവസ്ഥയും പിന്നെ പതുക്കെ സിനിമ കയറി പോകുന്നുണ്ടെങ്കിലും ഈ അർജുൻ അശോകനും അദ്ദേഹത്തിൻ്റെ അമ്മയും, പഴയകാല നടി സംഗീതയാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഈ സംഗീതയുടെ പോഷൻ വരുന്ന സമയത്ത് എനിക്കൊരു സീരിയൽ കാണുന്ന പോലെ എന്തോ ഇവരിങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു, അപ്രത്യക്ഷമാകുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ മാനസിക വ്യാപാരങ്ങളാണ് അത് കാണിക്കുമ്പോഴേ അത് ഒരു ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഓക്വേർഡായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് ഇങ്ങനത്തെ മാനസികമായിട്ടുള്ള ഒരവസ്ഥ ഉണ്ട് താനും. അങ്ങനെ പോകുന്ന സിനിമ. സിദ്ദിഖൊക്കെ ഉണ്ട്, സിദ്ദിഖിന് കാലിന് വയ്യ, പക്ഷേ സിദ്ദിഖിൻ്റെ ക്യാരക്ടേഴ്സിന് ഇഷ്ടംപോലെ നല്ല ഡയലോഗ്സ് ഉണ്ട്. പിന്നെ പൊതുവേ ഇതിലെ ഡയലോഗ്സൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഈ സ്ക്രിപ്റ്റിൻ്റെ ഡെപ്തില്ലായ്മ, അതുപോലെ പിന്നെ ആവർത്തനമായിട്ട് വരുന്ന സാധനം. പിന്നെ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളെ എൻഗേജ് ചെയ്ത് നിർത്തിക്കുക എന്ന് പറയുന്നത് മേക്കിങ്ങിലുള്ള ചടുലതയും, അതുപോലെ ചടുലത ഇല്ലെങ്കിൽ കൂടെ അതിനകത്തേക്ക് പിടിച്ചിരുത്താനുള്ള ഒരു എലിമെൻസും എനിക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്തിട്ടില്ല. സ്റ്റിൽ ഇറങ്ങി ഓടാൻ തോന്നുന്ന എന്തുവാ ഇത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പരിപാടിയില്ല. അതാണ് ഞാൻ പറയുന്നത്, ഒരു സുമാർ ത്രില്ലറാണ്. മറ്റു പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത് സൈജു കുറുപ്പും അപർണ ദാസൊക്കെയാണ്. പിന്നെ നമ്മുടെ ധ്യാൻ ഇതിനകത്തുണ്ട്. ധ്യാൻ എന്തോ ഒരു ദിവസം കണ്ട് ഡേറ്റ് കൊടുത്തിട്ട് വന്ന് അഭിനയിച്ച് പോയതാണ്. പുള്ളി ഇതിലെന്തോ ടെക്കി പരിപാടി, എന്തൊക്കെയോ ഫോണിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കുന്നു, ഫോൺ പോകുന്ന വഴി. ഇതൊന്നും നടക്കുന്ന ഏർപ്പാടല്ല, നമുക്ക് കണ്ടാലേ മനസ്സിലായി. എന്തൊക്കെയോ പുള്ളിയെ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ പറടാ ലാലു എന്നങ്ങനെ പുള്ളിയുടെ പേര്, ലാലുവിനെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് അവിടെ പോണ്, ഇവിടെ പോണ്, ഇതാ അവിടെയാണ് ഫോൺ, ഇതാണ് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. MG യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റിയിലെ എക്സാമിനേഷൻ റിസൾട്ട് നോക്കിയൊക്കെ വെച്ചിട്ടൊക്കെ എന്തൊക്കെയോ കണ്ടുപിടിക്കുന്നുണ്ട്. എന്തോ കാണിക്കട്ടെ. അങ്ങനത്തെ പരിപാടികൾ ധ്യാനം ഇല്ല കേട്ടോ, വെറുപ്പിക്കലായിട്ടൊന്നുമില്ല. പുള്ളിക്ക് അതിനുള്ള സ്പേസ് കിട്ടിയിട്ടില്ല. പുള്ളി വന്ന് അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ അപർണദാസാണുള്ളത്. അപർണദാസും ഒരു സൈഡിൽ കിടന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ സൈജു കുറുപ്പ് ആസ് യൂഷ്വൽ, പുള്ളി ഇതിലൊരു പോലീസ് ഓഫീസറാണ്. പുള്ളിയുടെ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ, ഞാൻ പറഞ്ഞില്ലേ ഈ സിസ്റ്റത്തിന് ഇൻവെസ്റ്റിഗേഷൻ പുള്ളിയാണ് നടത്തുന്നത്. അതിനപ്പുറത്തേക്ക് ഇദ്ദേഹവും അർജുനും പുള്ളി അങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു നിർഗുണമായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യണില്ല, ഫീലിംഗ് നത്തിങ് എന്നുള്ള ഒരവസ്ഥയാണ് എനിക്ക് ഉടനീളം ഉണ്ടായിട്ടുള്ളത്. പിന്നെ അതിനിടയ്ക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഗിവൺ സിറ്റുവേഷനിൽ മാത്രമേ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് തീരുമാനിക്കാൻ പറ്റൂ എന്നൊക്കെയുള്ള തരത്തിലുള്ള ആർഗ്യുമെൻറ്റ്സ് ഒക്കെ വെക്കുന്നുണ്ട്. അത് പോട്ടെ, അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. ജോ പടത്തിലെ നായിക മാളവിക മനോജാണ് ഇതിലെ പ്രധാന സ്ത്രീ കഥാപാത്രം എന്ന് പറയുന്നത്. അവർ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, അതവർ കറക്റ്റാണ്. നല്ല കാസ്റ്റിംഗ് ആണ്, അങ്ങനെ തന്നെ ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ ഇതിൽ പിന്നെ ഇദ്ദേഹമുണ്ട്, അസീസ് നെടുമങ്ങാട്.
അസീസ് നെടുമങ്ങാടിൻ്റെ ഒരു സീനുണ്ട്, എൻ്റെ പൊന്നോ, അതിലൊരു ചേസിങ് സീനിലേക്ക് വന്നിട്ട് ഇതെന്തുവാ കാണിക്കുന്ന പോലെ എത്ര സമയം ആ സീസണൊക്കെ ഒറ്റ അടിക്ക് അസീസ് അവിടെ വീഴണ്ട, അതിൻ്റെ വെറുതെ അസീസ് ഓടുന്ന വീണ്ടും ഓടുന്നത്, ഇത് തീരുന്നില്ലെന്ന്, വെറുതെ ഇങ്ങനെ ഓടി കളിക്കുക. അത് ആരെ പുറകെ ഓടുന്ന അജു, നടക്കാൻ പോലും വയ്യാതെ അജു ഗേറ്റൊക്കെ ചാടണ്ട. അജുവിനെ കൊണ്ട് എന്തായാലും ചാടാൻ പറ്റില്ല, അജു വർഗീസ്. എന്നിട്ട് അജു ഇങ്ങനെ ഗേറ്റ് പിടിക്കുമ്പോൾ അവിടെ കട്ട, പിന്നെ അപ്പോഴത്തെ അടുത്ത കട്ടിൽ അജു ഗേറ്റിന് ഇപ്പുറത്തേക്ക്, പിന്നെ അജു ഇപ്പോൾ ചാടി തന്നെ ഗേറ്റ്. അജുവിനെ കൊണ്ട് വയ്യ. ഒന്നാമതൊരു ഡ്രങ്ക് ഹാർഡായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ്, സസ്പെൻഷനിലേക്ക്. അജു 2 ദിവസത്തെ റേറ്റ് അങ്ങ് കൊടുത്തെന്ന് തോന്നുന്നു. ധ്യാനൊരു ദിവസം, ധ്യാൻ എടുത്ത മിക്ക പടത്തിൽ അജുവിനെയും കിട്ടും. അങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഫ്ലാഷ് ബാക്കും ഈ നായകൻ്റെ ഒരു ഇമോഷൻ, ആ ഇമോഷനെ സാധൂകരിക്കാൻ വേണ്ടി കാണിക്കുന്ന ഈ ഫ്ലാഷ് ബാക്കൊക്കെ വളരെ വീക്കാണ്. അത് കാണിച്ചിരിക്കുന്നതൊക്കെ ഒരുമാതിരി തീരെ ഒരു സുഖമില്ല, അങ്ങനത്തെ പരിപാടി. എന്നിട്ട് പിന്നെ ഈ സൈജു കുറുപ്പും ഈ അർജുൻ അശോകൻ്റെ ക്യാരക്ടേഴ്സും തമ്മിലുള്ള ഇമോഷൻസ് കാണിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ടൂളെന്ന് പറയുന്നതും തീരെ കൺവിൻസിങ് അല്ല, തീരെ എഫക്റ്റീവായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു വളരെ ഫ്ലാറ്റായിട്ടുള്ള ഇങ്ങനെ പോകുന്ന ഒരു ത്രില്ലർ. നമ്മുടെ രമ്യൊക്കെ ഉണ്ട്, സ്ഥിരം ദാരിദ്ര്യം കഥാപാത്രം ചെയ്ത് ഓയിൽ സാരി എടുത്ത് വരുന്ന അവരിതിൽ നല്ല സാരിയൊക്കെ കൊടുത്ത് ഏതോ സെറ്റപ്പാണ് അവർ. നല്ല ഒരു ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, സ്റ്റീരിയോ ടിപ്പിക്കലായിട്ടുള്ള ചെയ്യുന്ന പരിപാടി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ദ്രൻസ്, ശിവദ, കോട്ടയം നസീർ, മുത്തുമണി, പിന്നെ നന്ദു നല്ല ക്യാരക്ടറാണ്. നന്ദു കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോക്ടർ ആക്ടർ ബാഷിദ് ബഷീർ, പുള്ളി ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ജോസ് അന്നംകുട്ടി ജോസഫിനൊക്കെ പോലെയൊക്കെ, ജോസഫ് അന്നംകുട്ടി ജോസിനെ പോലെയൊക്കെ തോന്നി. ആ ഡബ്ബിങ്ങും ആ വളരെ സോഫ്റ്റായിട്ടുള്ള സൗണ്ടൊക്കെ ഉള്ളി ഒപ്പിച്ചിട്ടുണ്ട്. കൊച്ചിൻ ഗിന്നസ്, പഴയകാല മെമ്മറിക്കാരൻ KS പ്രസാദ്, പിന്നെ അനിയപ്പനൊക്കെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. മറ്റേ ചാക്യാറായിട്ടൊക്കെ ചെയ്ത ക്രോണിക് ബാക്സലറൊക്കെയുള്ള കുടിയൻ പുള്ളി. ആസ് എ ഹോൾ പറയുകയാണെങ്കിൽ പടം മിസ്സിങ് കേസാണ്. പക്ഷേ ഇതിൽ പലതും മിസ്സിങ്ങാണ്. എസ്പെഷ്യലി ത്രില്ലറിനകത്ത് ആ ത്രില്ലിങ് എലിമെൻറ്റ് മിസ്സിങ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പിന്നെ ത്രില്ലറിൻ്റെ ആ ഒരു ത്രില്ല് പോയി എന്നുള്ളതാണ് പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ. പക്ഷേ സ്റ്റിൽ ഇതിങ്ങനെ ഒരു ഒപ്പിച്ചിട്ടുണ്ട്, ത്രില്ലർ എന്ന നിലയ്ക്ക് ഒപ്പിച്ചിട്ടുണ്ട്. അതാണ് ദാറ്റ്സ് ആനന്ദ് ശ്രീ ബാല ഫോർ മീ.